പാലക്കാടിന്റെ സിര പോലെയാണ് മയിൽവാഹനം എന്ന പേരിലുള്ള ബസ്സുകൾ. നാട്ടിൻപുറമെന്നോ നഗരമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ പാലക്കാടിന്റെ മുക്കിലും മുലയിലും ഒക്കെ ഈ മയിൽവാഹനം എത്തിയിരുന്നു. ഇന്നും പാലക്കാട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ മയിൽവാഹനം. ഒരു കാലത്ത് പാലക്കാടിന്റെ നാഡീ ഞരമ്പായിരുന്ന ഒരു വാഹനമുണ്ട്. സ്റ്റീം എഞ്ചിനിൽ തുടങ്ങി ഇപ്പോഴും നിർത്താതെ ഓടുന്ന മയിൽവാഹനം ബസ്. മയിൽവാഹനം യാത്ര ആരംഭിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിനോടടുക്കുന്ന യാത്ര. നമ്മുടെ പുത്തമ്പള്ളി പാലക്കാട് വണ്ടിയുണ്ട്. പുത്തമ്പള്ളിയിലൊക്കെ ഓടുമ്പോൾ നമുക്ക് അത്രയും സ്വീകരണമായിരുന്നു ആ വഴിക്ക്. പുത്തമ്പള്ളിയിലൊക്കെ പോകുമ്പോൾ ഓരോ ഓണായ രാവിലത്തെ ഭക്ഷണം, ഉച്ചത്തെ ഭക്ഷണം എല്ലാം ജനങ്ങൾ തന്നായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടെയും അതെ, തിരൂര്, ചമ്രവട്ടം, തിരൂര്, പട്ടാമ്പി അങ്ങനെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ അതേമാതിരി ജനങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾ മയിൽവാഹനത്തിനോട്. വാഹനങ്ങൾ പോലും അപൂർവമായ കാലത്താണ് CA മാത്യൂസ് മയിൽവാഹനം എന്ന ബസ് സർവീസ് തുടങ്ങുന്നത്. കമ്പനിക്ക് മയിൽവാഹനം എന്ന പേര് വരാനും ഒരു കാരണമുണ്ട്. ഷൊർണൂരിലെത്തിയ മാത്യൂസിന് എല്ലാ സഹായങ്ങളും ചെയ്തത് മന്നത്ത് ഗോവിന്ദൻ നായർ എന്നയാളാണ്. മന്നത്ത് ഗോവിന്ദൻ നായരാണ് ആ പേര് നിർദ്ദേശിച്ചത്. അന്ന് പാലക്കാട് തമിഴ്നാടിന്റെ ഭാഗമാണ്. കൂടുതൽ ആളുകളും മുരുക ഭക്തർ. മുരുകന്റെ വാഹനം എന്ന അർത്ഥത്തിൽ മയിൽവാഹനം എന്ന് സർവീസിന് പേരിട്ടു. മയിൽവാഹനം അങ്ങനെ പാലക്കാട്ടുകാരുടെയും വാഹനമായി. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെറിയച്ഛന്മാർ രണ്ടാള്, ഇവരൊക്കെ മയിൽവാഹനത്തിൽ പണിയെടുത്തായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അവരുടെ ഒരു കയ്യാളായിട്ട് അവിടെ നിന്നായിരുന്നു. പിന്നെ അച്ഛൻ അവിടുത്തെ മെക്കാനിക്കലായിട്ട് ഉണ്ടായിരുന്നു. ചെറിയച്ഛന്മാർ രണ്ടാൾ ഡ്രൈവർ ആയിരുന്നു. കാലം മാറി, വാഹനങ്ങൾ മാറി. പഴയ ഇടറോഡുകൾ ഹൈവേക്ക് വഴിമാറി. സ്വത്ത് ഭാഗം വച്ചപ്പോൾ 120 ബസ്സുകളുള്ള കമ്പനി രണ്ടായി. അന്ന് പണിക്ക് വരെന്ന് പറഞ്ഞ സന്തോഷം. ഒരു കുടുംബം പോലെ വണ്ടിയിൽ പണിയെടുക്കുക, യാത്രക്കാരോടും എല്ലാവരോടും. മുതലാളിമാരെ അന്ന് 13 ദിവസം പണിയെടുത്ത പെർമനന്റ് സ്റ്റാഫുകളൊക്കെ ഇവിടെ ഒരു മാസത്തിൽ 13 പണിയാണ്. അന്ന് ഫ്രോഡമ്മയുടെ PF അടിച്ചായിരുന്നു ഇവിടെ മയിൽവാഹനത്തിൽ. 13 ഡ്യൂട്ടി കഴിഞ്ഞും ഒരു മാസം ശമ്പളമായി. റോഡ് വീതി കുറഞ്ഞാലും വാഹനങ്ങൾ കുറവായിരുന്നു. അതുപോലെ തന്നെ ബസ്സുകളുടെ സമയം, അതായത് ഇപ്പോൾ ഈ മയിൽവാഹന സർവീസ് എന്ന് പറഞ്ഞാൽ അവരുടെ പുറകിൽ വരുന്നത് മയിൽവാഹനം, അങ്ങനെയുള്ള ഒരു ഇതാവുമ്പോൾ കോമ്പറ്റീഷന്റെ പ്രശ്നങ്ങൾ വന്നിരുന്നില്ല. പിന്നെ റോഡിന്റെ അവസ്ഥ, പിന്നെ പഴയ പോലെയല്ല, കുട്ടികളെ കയറ്റാതെ പോയാലും നമുക്ക് നേരം വൈകിയ സ്റ്റോപ്പ് എടുത്തില്ലെങ്കിലും കുട്ടികളെ കയറ്റി പോകണം എന്നുള്ള നയമാണ് ഇപ്പോൾ. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.